ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും നടക്കുന്ന വെളിപ്പെടുത്തലുകൾ, നടന്ന രാജികൾ, സിദ്ദിഖിന്റെ രാജിയായിക്കോട്ടെ, രഞ്ജിത്തിന്റെ രാജിയായിക്കോട്ടെ, അതിനുശേഷം നടക്കുന്ന ഓരോ പേരുകളും, ഓരോ ആരോപണങ്ങളും, ഓരോ താരങ്ങളുടെയും പേരുകളും ഒക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർക്കൊക്കെ വലിയ ഫാൻസ് ഉണ്ട്, ഇവർക്കൊക്കെ ആരാധകരുണ്ട്, കുടുംബ പ്രേക്ഷകരുണ്ട് എന്നുള്ളൊരു ധാരണയിലും അഹങ്കാരത്തിലുമോ ആയിരിക്കാം ഇവരുടെയൊക്കെ പേരിൽ ചിലപ്പോൾ അമ്മയുടെ അംഗത്വം തന്നെ നിഷേധിക്കപ്പെടാൻ ഒരു സാധ്യത. പല സിനിമകളിലും നിഷേധങ്ങൾ വരുന്നു, പല സിനിമകളിലും ഇവർ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലത്തെ ഒരു പവർ കമ്മിറ്റി അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇവരുടെയൊക്കെ ജോലി നിഷേധിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഇവർ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കൃത്യമായി അതിൽ നമ്പർ ഇട്ട് പറയുന്നുണ്ട്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയ പേരുകൾ കൃത്യമായി നമ്പർ ഇട്ട് അതിൽ പറയുന്നുണ്ട്. ഇത്തരം ആളുകളാണ് തന്നോട് മോശമായി പെരുമാറിയത് എന്നുള്ള കാര്യങ്ങൾ മിനു മുനീർ പറയുന്നു. ഇതാ നോക്കൂ, കൂടുതൽ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയിരുന്ന സിനിമ മാസ് ഡയലോഗുകൾ കൈയടിക്കുന്ന താരങ്ങളുടെ തനി സ്വഭാവം, തനി രൂപം, മുഖംമൂടിയായിരുന്നു ഇത്രയും കാലം നമ്മൾ കണ്ടത് എന്നത്. ആ മുഖംമൂടി വലിച്ചു കീറപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു സിനിമയിൽ ഒരു പീഡനത്തിന്റെ രംഗം വരുമ്പോൾ ആ ഇരയെ ചേർത്ത് പിടിച്ച് അവൾക്ക് വേണ്ടി മാസ് ഡയലോഗുകൾ അടിക്കുന്ന നടന്മാർ യഥാർത്ഥത്തിലും അഭിനയിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ നോക്കൂ, അമ്മ അംഗത്വത്തിന് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു മിനു മുനീറിനോട്. അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അംഗത്വം നൽകാമെന്ന് മുകേഷ് പറഞ്ഞു എന്ന് പറയുന്നു. മുകേഷ് അറിയാതെ ഒന്നും നടക്കില്ല എന്നാണ് മിനു മുനീർ പറയുന്നത്. അതുമാത്രമല്ല, താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ട് സംഘടനാ അംഗത്വത്തിന് മുകേഷ് വിലങ്ങ് തടിയായി എന്നും പറയുന്നു. കൂടുതൽ ആരോപണങ്ങൾ വരുന്നു നടന്മാർക്കെതിരെ. കഴിഞ്ഞ ദിവസം അടക്കം മുകേഷിനെതിരെ ആരോപണം വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആരോപണത്തിൽ മുകേഷ് എന്ന പേര് വരുന്നു. ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയെന്നും മിനു മുനീർ പറയുന്നു. തന്റെ അവസരങ്ങൾ ജയസൂര്യ നഷ്ടപ്പെടുത്തി എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. ഇടവേള ബാബുവിനെതിരെയും ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. അത്രമാത്രം സിനിമാ രംഗത്ത് നിന്ന്, സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. ആരോപണങ്ങളില്ല, ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ് എന്നു പറഞ്ഞവർക്കെതിരെയുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഓരോ റിപ്പോർട്ടും. ഓരോ നടിമാരും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ ശക്തമാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ വരികളും അത് അന്വർത്ഥമാവുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമാ മേഖലയിൽ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഉത്തരമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നടി രേവതി സമ്പത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അനുഭവങ്ങൾ ഓരോ മലയാളിയെയും വേദനിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ തൊട്ടു പിന്നാലെ വരുന്നു അടുത്ത ആരോപണം. രഞ്ജിത്തിന്റെ രാജിയിലേക്ക് ബംഗാളി നടിയുടെ ആരോപണം എത്തി. രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. ഇനി അമ്മ സംഘടനയിൽ നിന്ന് ആരൊക്കെ ഒരു പക്ഷേ പുറത്തു പോകും, ആർക്കൊക്കെ പദവി നഷ്ടമാകുമെന്ന് നമ്മൾ കാത്തിരുന്നു കാണണം. അത്രമാത്രമുണ്ട്. ആരുടെയൊക്കെ പേരുകൾ നമ്മൾ ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരും. നമ്മുടെ എല്ലാം അത്രമാത്രം നമ്മൾ ആരാധിച്ചിരുന്ന ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. പേരുകൾ ഓരോ നിമിഷവും ഓരോ പുതിയ പേരുകൾ വെളിപ്പെടുന്നു. ഓരോ സ്ത്രീയോടും മോശമായി പെരുമാറിയ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരും. പ്രിയപ്പെട്ട WCC അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. അത്രമാത്രം നിങ്ങളുടെ ആ ഒരു ശ്രമം, ഒരു നേരത്തെ ഗീതു മോഹൻദാസ് പറഞ്ഞതുപോലെ, ഫേസ്ബുക്കിൽ പങ്കുവച്ചതുപോലെ, ഒരു സ്ത്രീയുടെ പോരാട്ടത്തിൽ നിന്നാണ് ഇത്രമാത്രം പൊഴിമുഖങ്ങൾ അഴിഞ്ഞു വീണതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അതിജീവിതയോട് 1000 നന്ദികൾ കൂടി പറയുകയാണ്. അത്രമാത്രമുണ്ട് മലയാള സിനിമാ മേഖലയിലെ കളങ്കം. ആ കളങ്കങ്ങളൊക്കെ അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണം വന്നിരിക്കുന്ന നടി മിനു മുനീറാണ്. കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സാഹചര്യം. മുകേഷ്, ജയസൂര്യ, കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ ആരോപണം വന്നിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താൻ പോലീസിനെ സമീപിക്കുമെന്നും മിനു മുനീർ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അമ്മ സംഘടനയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞു മുകേഷ് എന്ന് പറയുന്നു. ആ അഡ്ജസ്റ്റ്മെന്റിന് താൻ തയ്യാറാകാത്തത് കൊണ്ട്
ഉണ്ട്. തനിക്ക് അമ്മ സംഘടനയിൽ അമ്മ എന്ന് വിളിക്കുന്നതിന്റെ ഔചിത്യത്തിൽ എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ചു പോവുകയാണ്. കാരണം അമ്മയാണെങ്കിൽ മക്കളെ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിക്കണം. പക്ഷെ ഇവിടെ അത് സാധിക്കുന്നില്ല. പക്ഷെ ആ സംഘടനയുള്ളവർ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം അമ്മ എന്ന് വിളിക്കുകയാണ് താര സംഘടനയെ. എന്തായാലും അത്രമാത്രം വിമർശനങ്ങളാണ്, ഇപ്പോൾ ആരോപണങ്ങളാണ് നടന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഇവരുടെയൊക്കെ മുഖങ്ങൾ പൊഴിമുഖങ്ങളാണ്, വികൃത മുഖങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് മുകേഷിന്റെ കാര്യത്തിൽ സർക്കാരും കടക്കുമെന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇന്നലെ അടക്കം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് വീണ്ടും മുകേഷിനെതിരെ ആരോപണം വരുമ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാവുകയാണ്. എന്ത് നടപടി സ്വീകരിക്കും സർക്കാർ എന്ന് നോക്കിക്കാണണം. കാരണം അത്രമാത്രം സ്ത്രീകൾക്കൊപ്പമാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ ഇന്നലെ വലിയൊരു മൗനത്തിന് ശേഷം അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച നടപടി സർക്കാരിൻ്റെത് സ്വാഗതാർഹമാണ്. അത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ സർക്കാരിന്റെ തന്നെ പ്രതിനിധിയായ നടൻ മുകേഷ് നേരിടുമ്പോൾ എന്ത് നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും, മുഖ്യമന്ത്രി കടക്കുമെന്ന് നമ്മൾ നോക്കിക്കാണണം. ഏറ്റവും പ്രധാനമായി പുതിയ ഓരോ മണിക്കൂറിലും പ്രേക്ഷകരെ നോക്കൂ, ഓരോ മണിക്കൂറിലും ആരോപണങ്ങൾ വരികയാണ് ഓരോ നടന്മാർക്കെതിരെ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് രേവതി സമ്പത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ശ്രീവിദ്യ ബിത്രയിൽ നിന്നോ ഒരു മിനു മുനീറിലോ അവസാനിക്കില്ല. അത്രമാത്രം ആരോപണങ്ങൾ ഓരോ നിമിഷവും വരുന്നു. സംഘടനയിൽ തന്നെ അമ്മ സംഘടനയിൽ തന്നെ ഭിന്നത ഉണ്ടാകുന്നു. വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടട്ടെ എന്ന്, അല്ലെങ്കിൽ അവർ നിയമത്തിന് മുൻപിൽ വരട്ടെ എന്ന് ആദ്യം പറഞ്ഞ സിദ്ദിഖിന്റെ സ്ഥാനമാണ് ആദ്യം തെറിച്ചത് എന്നത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ മേഖലയിലെ ക്രിമിനലുകൾ അതാരൊക്കെയുണ്ടോ അവരെ എത്ര വലിയ ഉന്നതരായാലും പിടിക്കപ്പെടും. അവർക്കെതിരെ ശബ്ദമുയരും എന്ന് തന്നെയാണ് ഓരോ നിമിഷവും മനസ്സിലാക്കുന്നത്.